التمسك بالأثر نجاه. الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അഅ്മാലുൻ യസീറ വ ഉജൂറുൻ അദീമ, ലളിതമായ കർമ്മങ്ങൾ മഹത്തായ പ്രതിഫലങ്ങൾ എന്ന പേരിലുള്ള നമ്മുടെ ഈ ക്ലാസ്സിൽ ഇന്ന് ദിക്റുകളുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളാണ് വായിക്കുന്നത്. മൻ ഖാലഹ വജബത്ത് ലഹുൽ ജന്ന, ഒരു ദിക്ർ അത് പറഞ്ഞവന് സ്വർഗം നിർബന്ധമായും ലഭിക്കുന്നതാണ്. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ വജബത്ത് ലഹുൽ ജന്ന. അഖ്റജഹു ഇബ്നു ഹിബ്ബാൻ വ അബൂ ദാവൂദ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു, ആരെങ്കിലും റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ എന്ന് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന. വേഗം പഠിക്കാൻ പറ്റിയ ഹദീസാണ്. മൻ ഖാല റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ. ഇത് പറഞ്ഞാൽ, ഇത് എപ്പോഴും പറയാവുന്ന ഒരു ദിക്റാണ്. അതിനു പുറമെ രാവിലെ 3 തവണ, അതായത് സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി നമ്മൾ ചൊല്ലുന്ന അദ്കാറു സ്വബാഹ്, രാവിലെയുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ ഇത് 3 തവണ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? റളീതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഞാൻ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ്യ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് ബാങ്ക് കേൾക്കുമ്പോൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഈ 2 ഷഹാദത്തും കഴിഞ്ഞതിൽ ശേഷം നബി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, റളീതു ബില്ലാഹി റബ്ബൻ. അവിടെ വബി മുഹമ്മദിൻ നബിയൻ എന്നാണ് ആദ്യം പറയുന്നത്, വബിൽ ഇസ്ലാമി ദീനൻ ലാസ്റ്റും. അങ്ങനെ ഒരു ദിക്ർ വന്നിട്ടുണ്ട്. എപ്പോ? ബാങ്കിൽ ഷഹാദത്ത് കേട്ടാൽ, ഷഹാദത്തിന്റെ കൂടെ നമ്മളത് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് പറയണം. അതിന് പുറമെ എന്തുകൂടി പറയണം? റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ നബിയൻ വബിൽ ഇസ്ലാമി ദീന. മനസ്സിലായില്ലേ? അങ്ങനെ അവിടെയും ആ ദിക്ർ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ എപ്പോഴും പറയാവുന്ന ഒരു ദിക്റാണ്. അങ്ങനെ പറയുന്നവർക്ക് സ്വർഗം നിർബന്ധമായും ലഭിക്കുന്നതാണ് എന്നാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ഇനി അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം. അൻ സമുറത ബിൻ ജുന്ദുബിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹി അർബഅ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അഖ്റജഹു മുസ്ലിം. സമുറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വചനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. എപ്പോഴും നമുക്ക് പറയാവുന്ന, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പറയാവുന്ന, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് എന്ത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. പിന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇങ്ങനെയുള്ള ദിക്റുകളും കൂട്ടത്തിൽ പറയാവുന്നതാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വചനങ്ങൾ. ആ ഹദീസ് ഇപ്പൊ തന്നെ പഠിച്ചോളൂ. ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹി അർബഉൻ. കുട്ടികളെന്ന് പറഞ്ഞേ, ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹി അർബഉൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അല്ല, എത്ര ലളിതമായ കർമ്മമാണ്, പക്ഷെ കിട്ടുന്നതോ വലിയ പുണ്യം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനം പറയാൻ സാധിക്കാന്നില്ല. പല ആളുകളും പറയുന്നത്, രാത്രി എന്നാൽ എനിക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞൊക്കെ കടന്നു നോക്കി. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് വേണം? ഈ ദിക്ർ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ നമുക്ക് മനപ്പാഠമുള്ള ഖുർആൻ എണീറ്റിട്ട് ഒളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണെങ്കിൽ അത്രയും നല്ലതാണ്. മനസ്സിലായില്ലേ?
അപ്പം നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം പിശാച് മനുഷ്യനെ പലതരത്തിലും ഉപദ്രവിക്കും. അപ്പം അതിനാണ് അന്നങ്ങനെ ഉറക്ക് കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ വേഗം പോയി ഉറക്ക ഗുളിക കഴിക്കല്ല. എന്താ വേണ്ടത്? ദിക്റുകൾ ചൊല്ലുക, ഒന്നു കൊടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക, ഇവിടെ വീണ്ടും ദിക്റിൽ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് അയാൾക്ക് ഉറക്കം കിട്ടും. ഉറക്കം കിട്ടാതെ കരയുന്ന കുട്ടിക്ക് മന്ത്രിച്ചു കൊടുക്കാനും അത് തന്നെ. ഇനി അത്തസ്ബീഹു അദദ ഖൽഖില്ലാ വസിനത അർശിഹി വമിദാദ കലിമാതി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ എണ്ണം അത്രയും തസ്ബീഹ്, അവൻ്റെ അർശിൻ്റെ ഭാരം അത്രയും തസ്ബീഹ്, അവൻ്റെ കലിമത്തുകളുടെ മിദാദ കലിമാതിഹി, അവൻ്റെ കലിമത്തുകളുടെ ആധിക്യത്തിനത്രയും. മിദാദനവിടെ മഷിയല്ല, ആധിക്യമാണ് ഉദ്ദേശിക്കുന്നത്. അൻ ജുവൈരിയ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖാലത്ത് അതാ അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഉസബ്ബിഹ് ثم انطلق لحاجته ثم رجع من نصف النهار. നബിയുടെ പ്രിയ പത്നി ജുവൈരിയ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് വന്നു. ഞാനിങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചില റിവായത്തിൽ അത് സുബഹിക്ക് ശേഷമാണ് എന്ന് വ്യക്തമുണ്ട്. അതിൽ എന്നിട്ട് അത് കണ്ടുകൊണ്ട് നബിയുടെ ആവശ്യത്തിനെന്തോ പോയി. അങ്ങനെ ഒരു ഉച്ച സമയത്ത് നിസ്ഫുൻ നഹാർ എന്ന് പറഞ്ഞാൽ പകലിൻ്റെ മധ്യത്തിൽ അവിടുന്ന് മടങ്ങി വന്നു. അപ്പോഴും നബി ചോദിച്ചു, മാസിൽത്തി ഖാഇദ, നീ ആ ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണോ? ഇപ്പം രാവിലെ ദിക്ർ ഇരിക്കുകയാണ്. എത്രയും ഉച്ചവരെയും. ഖാലത്ത് ഖുൽതു നഅം, അതെ. ഖാല അലാ ഉഅല്ലിമുകി കലിമാത്തിൻ ലൗ ഉദിൽന ബിഹിന്ന അദലതുഹുന്ന ഔ ലവുസിന്ന ബിഹിന്ന വസനതുഹുന്ന. ഞാൻ നിങ്ങൾക്ക് 4 കലിമത്തുകൾ പഠിപ്പിച്ചു തരാം. നിങ്ങളിപ്പോൾ ഇത്രയും നേരം ഇരുന്ന് ചൊല്ലിയതിനോ എല്ലാ ദിക്റുകളോടും സമമാകുന്ന, അതിനോടൊക്കെ തൂക്കമൊക്കാവുന്ന ഒരു 4 വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? എന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹി അദദ ഖൽഖി 3 മർറാത്ത്, 3 പ്രാവശ്യം. സുബ്ഹാനല്ലാഹി സിനത അർശി 3 മർറാത്ത്. സുബ്ഹാനല്ലാഹി റിളാ നഫ്സി 3 മർറാത്ത്. സുബ്ഹാനല്ലാഹി മിദാദ കലിമാതി 3 മർറാത്ത്. ഈ 4 കലിമത്തുകളും 3 പ്രാവശ്യം പറഞ്ഞ നിങ്ങൾ രാവിലെ മുതൽ ഉച്ചവരെ ചൊല്ലിയ ദിക്റുകളോട് കിടപിടിക്കുന്ന, അതിൻ്റെ അത്ര തൂക്കമുള്ള, അതിനോട് സമമാകുന്ന ദിക്റാണെന്ന് സ്വന്തം പത്നി ജുവൈരിയ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു. ഏതാണത്? സുബ്ഹാനല്ലാഹ് അദദ ഖൽഖി, സുബ്ഹാനല്ലാഹ് റിളാ നഫ്സിഹി, സുബ്ഹാനല്ലാഹ് സിനത അർശി, സുബ്ഹാനല്ലാഹ് മിദാദ കലിമാതി. ഇങ്ങനെ ഈ 4 എണ്ണവും 3 വട്ടമായിട്ട് ചൊല്ല. ഒന്ന് പറഞ്ഞാട്ടെ. സുബ്ഹാനല്ലാഹ് അദദ ഖൽഖിഹി, സുബ്ഹാനല്ലാഹ് സിനത അർശി, സുബ്ഹാനല്ലാഹ് റിളാ നഫ്സിഹി, സുബ്ഹാനല്ലാഹ് മിദാദ കലിമാതി. ഇതിൽ അദദ ഖൽഖ് എന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു, അവൻ്റെ സൃഷ്ടികളുടെ എണ്ണം അത്രയും അത് 3 പ്രാവശ്യം. സുബ്ഹാനല്ലാഹ് സിനത അർശിഹി, ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അവൻ്റെ അർശിൻ്റെ ഭാരത്തോളം. അള്ളാഹിൻ്റെ അർശ് എത്ര ഉണ്ട്, അതിൻ്റെ ഭാരത്തെ അറിയോ? എന്നാൽ അത്രയും. അതുപോലെ സുബ്ഹാനല്ലാഹി റിളാ നഫ്സിഹി, അള്ളാഹു തൃപ്തിപ്പെടുവോളം, അവൻ സ്വയം സംതൃപ്തിപ്പെടുന്ന അത്രയും ഞാൻ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവൻ്റെ വചനങ്ങളുടെ ആധിക്യം അത്രയും, എത്ര അധികം വചനങ്ങളുണ്ടോ അത്രയും ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു. ഇത് 3 തവണയായിട്ട് ഈ 4 കലിമത്തുകളും പറഞ്ഞാൽ ഒരുപാട് ദിക്റുകൾ ചെല്ലുന്നതിന് സമമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ വേറൊരു ഹദീസ്, ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഹദീസ് ദുർബലമാണെന്ന് ഷെയ്ഖ് അൽബാനി തന്നെ പറഞ്ഞതായിട്ട് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആശയം എങ്ങനെയാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, പാപമോചന പ്രാർത്ഥന ആരെങ്കിലും പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അള്ളാഹു അയാൾക്ക് എല്ലാ മനോവിഷമത്തിൽ നിന്നും ഒരു മോചനം നൽകുന്നതാണ്. വമിൻ കുല്ലി ദീഖിൻ മഖ്റജ, എല്ലാ പ്രയാസത്തിൽ നിന്നും ഒരു പോംവഴി അയാൾക്ക് തുറന്നു കൊടുക്കുന്നതാണ്. മഖ്റജ ഒരു എക്സിറ്റ്, കുടുങ്ങിയെന്ന് വിചാരിക്കും, എന്താ കാട്ടാൻ തിരിയാണ്ടായി, അങ്ങനെയുള്ളപ്പോൾ ഒരു പോംവഴി തുറന്നു കൊടുക്കുന്നതാണ്. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബു, അയാൾ വിചാരിക്കാത്ത രൂപത്തിൽ അയാൾക്ക് ഭക്ഷണം നൽകുന്നതാണ്. ഇത് ഖുർആനിലൊരു ആയത്തുണ്ടല്ലോ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ
വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഏതാ സൂറത്ത്? സൂറത്തു തലാഖ്. സൂറത്ത് അത്തലാഖ്. എന്താ അതിന്റെ അർത്ഥം? ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, തഖ്വയുള്ളവരായാൽ, അയാൾക്ക് അള്ളാഹു ഒരു പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ്. കുടുങ്ങിയെന്ന് വിചാരിക്കുമ്പോൾ ഒരു എക്സിറ്റ് കാണിച്ചു കൊടുക്കും അല്ലാഹ്. മനസ്സിലായില്ലേ? വയർസുഖുഹു, അയാൾക്ക് ഉപജീവനം നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അയാൾ കണക്ക് കൂട്ടാത്ത മാർഗത്തിലൂടെ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഇസ്തിഗ്ഫാർ പതിവാക്കിയവന് അങ്ങനെ ഉണ്ടാകുന്ന ഈ ഹദീസിലുണ്ട്. ഹദീസിന് ദുർബലതയുണ്ടെന്ന് അടിക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മൻ ഖാലഹാ ഗുരിസത് ലഹു നഖലത്തുൻ ഫിൽ ജന്ന. ഇനി ഒരു വചനം, ആ വചനം പറഞ്ഞാൽ സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരു ഈന്തപ്പന നട്ടു വളർത്തപ്പെടുന്നതാണ്. സ്വർഗത്തിലൊരു ഈന്തപ്പന ഇട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ഈന്തപ്പനമായിരുന്നാവില്ല അല്ലേ? അപ്പൊ അതേതാ? അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദി. ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഗുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, അയാൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഈന്തപ്പന നട്ടു വളർത്തപ്പെടുന്നതാണ്. എന്താ പറയേണ്ടത്? സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദി. എന്താ പറയണ്ടത്? സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദി. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴും എഴുതുമ്പോഴുമൊക്കെ അവിടുത്തെ പേരിൽ സ്വലാത്ത് പറയൽ, അതൊന്നും ഇല്ലെങ്കിൽ തന്നെയും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു ദിക്റാണ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من صلى علي واحدة صلى الله عليه عشرة. റസൂലുള്ളാഹ് പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നു, ആരെങ്കിലും എൻ്റെ മേൽ ഒരു തവണ സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹു അയാൾക്ക് അതിന് പകരമായി 10 തവണ സ്വലാത്ത് ചെയ്യുന്നതാണ്. അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് ചെയ്യുന്ന സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളാണ്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്തുകൾ അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്തിന് ഏറ്റവും ചെറിയ രൂപേതാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന അസ്സലാത്തുൽ ഇബ്രാഹിമിയ്യ എങ്ങനെയാ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത് വേറെയും പല സീഗകളിലും വന്നിട്ടുണ്ട്. 8ഓളം സീഗകളിൽ ഷെയ്ഖ് അൽബാനിയുടെ സിഫത്തു സ്വലാത്തിൽ സ്വഹീഹായ സനദോടെ വന്നത് കാണാൻ സാധിക്കും. അപ്പം നമ്മളതിലൊരു പിശുക്കും കാണിക്കരുത്. അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എൻ്റെ പേര് പറയപ്പെട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ പിശുക്കനാണ്. ആരാണ് പിശുക്കൻ? മൻ ദുഖിർതു ഇൻദഹു, അവൻ്റെ അടുക്കൽ എൻ്റെ പേര് പറയപ്പെട്ടു, എന്നിട്ട് അവൻ സ്വലാത്ത് പറഞ്ഞില്ല എങ്കിൽ അവൻ പിശുക്കനാണ്. അപ്പം നമ്മൾ പിശുക്കന്മാരാകണോ? റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം. യാതൊരു പിശുക്കും കാണിക്കരുത് അതിൽ. അങ്ങനെ ഒരു വട്ടം നമ്മൾ പറഞ്ഞാൽ 10 അനുഗ്രഹം അള്ളാഹു അതിന് പകരമായിട്ട് നമുക്ക് നൽകുന്നതാണ്. എന്താ ഓഫർ? മനസ്സിലായില്ലേ? അപ്പം അത് മറന്നു പോകരുത്. റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെപ്പറ്റി എന്താണ് ഈ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അർത്ഥം? അള്ളാഹു അദ്ദേഹത്തിന് രക്ഷയും സമാധാനവും നൽകട്ടെ എന്നാണ് പൊതുവായി നമ്മൾ അർത്ഥം പറയാറുള്ളത്. കാരണം സ്വല്ല എന്ന വാക്കിന് അനുഗ്രഹം ചെയ്തു എന്നാണ് അർത്ഥം പറയാറുള്ളത്. പക്ഷെ അല്ലാമ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അവിടെ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു തഫ്സീറുണ്ട്, ബുഖാരിയിലൊക്കെ ഉണ്ട്. അസ്സലാത്തു മിനല്ലാഹി സനാഉഹു ഇൻദൽ മലായിക. അള്ളാഹു നബിയെ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ അടുക്കൽ വെച്ച് റസൂലിനെ പ്രശംസിക്കുന്നു. മുസ്ലിയാക്കന്മാർ മൗലൂദിനെ അത് തെളിവാക്കലുണ്ട്. അവിടെ പ്രശംസിക്കുന്നു അള്ളാഹു. ആ മൗലിദി നമ്മൾ ഇവിടെയും കൊണ്ടാടുന്നു, നമ്മളും ചെയ്യുന്നത് പ്രശംസയാണ്. അള്ളാഹ് റബീഉൽ അവ്വൽ നോക്കിയിട്ടോ റബീഉൽ ആഖിർ നോക്കിയിട്ടൊന്നല്ല. അള്ളാഹു എപ്പോഴും മലക്കുകൾക്കിടയിൽ വെച്ച് റസൂലുള്ളാഹിനെ വാഴ്ത്തി പറയുന്നുണ്ട്. അപ്പൊ റഹ്മത്ത് എന്ന അർത്ഥം പറഞ്ഞാൽ ഖുർആനിലുണ്ട്, ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അവരുടെ മേൽ അള്ളാഹുവിന്റെ സ്വലവാത്തും റഹ്മത്തും ഉണ്ടായിരിക്കും. അപ്പൊ സ്വലാത്ത് തന്നെയാണ് റഹ്മത്തെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആവർത്തനം എന്നാണ് ആര് ചോദിക്കുന്നത്? ഇബ്നു ഉസൈമീൻ ചോദിച്ചത്. അബുൽ ആലിയ റഹ്മഹുല്ല പറഞ്ഞ ഈ അർത്ഥമാണ് ഇതിന്റെ ശരി. അപ്പോൾ അള്ളാഹു മുഹമ്മദ് നബിയെ ഉന്നത ലോകങ്ങളിൽ വാഴ്ത്തട്ടെ,
അദ്ദേഹത്തെ എല്ലാവിധ പ്രയാസങ്ങളിൽ രക്ഷിക്കുകയും ചെയ്യട്ടെ. അതാണ് സ്വലാത്തിന്റെ അർത്ഥം. എന്താർത്ഥം? സ്വല്ലല്ലാഹു, അള്ളാഹു അദ്ദേഹത്തെ മലക്കുകളുടെ ലോകത്ത് വാഴ്ത്തട്ടെ. ചാരിയിരുന്നാൽ ഉറങ്ങും, ചാരാതെ ഇരിക്കുന്നതാണ് നല്ലത്. സ്വല്ലല്ലാഹു, അള്ളാഹു മലക്കുകളുടെ ലോകത്ത് വാഴ്ത്തട്ടെ. അലഹി, നബിയുടെ മേൽ. സല്ല അല, സലാത്തുൻ അലല്ലാ, അല്ല സലാത്തും മിനല്ലാ, അള്ളാഹ് എന്നുള്ള സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മലക്കുകളുടെ അടുക്കൽ വെച്ച് റസൂലുള്ളാനെ പുകഴ്ത്തുക, പ്രശംസിക്കുക. അതുകൊണ്ട് അള്ളാഹു മലക്കുകളുടെ ലോകത്ത്, ഉന്നത ലോകങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ വാഴ്ത്തട്ടെ, അവിടുത്തെ എല്ലാ പ്രയാസങ്ങളും രക്ഷിക്കട്ടെ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചില ആൾ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, നേരെ അങ്ങോട്ട് പറഞ്ഞൂടെ? എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തന്നെ പറയാം. ഇനി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവരുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാനില്ലാത്തൊരു സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടല്ല, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട്. അങ്ങനെ നമ്മൾ ഒരു സഹോദരനെ അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം. അൻ അബീർ ദർദ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിളഹ്രിൽ ഗൈബി ഇല്ലാ ഖാലൽ മലക് വലക ബിമിഥിൽ. ഏതെങ്കിലും ഒരു മുസ്ലിമായ അടിയാൻ അള്ളാഹുവിനോട് തൻ്റെ സഹോദരന് വേണ്ടി അയാളുടെ അഭാവത്തിൽ, അയാളുടെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുന്നു. എന്നാൽ മലക്ക് പറയും, നമ്മുടെയൊക്കെ കൂടെ ഓരോ മലക്കുണ്ടൊരു ജിന്നുണ്ടല്ലോ, ആ മലക്ക് പറയും വലക ബിമിഥിൽ, അതുപോലെയുള്ളത് നിനക്കുണ്ടാകട്ടെ. എൻ്റെ സഹോദരനെ അള്ളാഹുവേ നീ പ്രയാസങ്ങൾ രക്ഷപ്പെടുത്തണേ. അപ്പോൾ മലക്ക് പറയും നിന്നെയും രക്ഷപ്പെടുത്തട്ടെ. എൻ്റെ സഹോദരൻ്റെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ, നിന്നെ ഈ കടവും വീട്ടട്ടെ. കണ്ടോ? എൻ്റെ സഹോദരന് നീ സ്വർഗം നൽകണേ, നിനക്കുണ്ടാകട്ടെ. വലക ബിമിഥിൽ, അതുപോലെ നിനക്കുണ്ടാകട്ടെ. അപ്പം നമുക്ക് എന്തൊരു ഗുണമുണ്ട്? ഒരാൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടട്ടെ, ആവശ്യപ്പെടാതിരിക്കട്ടെ, നമ്മൾ മറ്റൊരു മുസ്ലിം സഹോദരന് വേണ്ടി അയാളുടെ അഭാവത്തിൽ ദുആ ചെയ്താൽ എന്താ മലക്ക് പറയാ? വലക ബിമിഥിൽ, അതിന് തുല്യമായത് നിനക്കും ഉണ്ടാകട്ടെ എന്ന് പറയും. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ദിക്റ്. അങ്ങാടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? മാർക്കറ്റിനെ പറ്റി. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണെന്നാണ്? അല്ല, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. അള്ളാഹ്ക്ക് വെറുക്കപ്പെട്ട സ്ഥലമാണ് മാർക്കറ്റ്. മാർക്കറ്റ് നമ്മൾ പോണം, ആവശ്യത്തിന് പോകണം. വെറുതെ അവിടെ ഇങ്ങനെ പോയി നിന്നിട്ട് തൊള്ളയും കാട്ടി നിൽക്കുക അല്ലേ? അവിടെ വഞ്ചന നടക്കും, ചതി നടക്കും, കള്ളത്തരം നടക്കും. കള്ളത്തരം പറഞ്ഞിട്ട് സാധനം ചെലവാക്കും. അങ്ങനെ പല ചതികളും വഞ്ചനയൊക്കെ നടക്കുന്ന സ്ഥലമാണ് മാർക്കറ്റ്. അതുകൊണ്ട് നിവൃത്തിയില്ലെങ്കിൽ മാത്രം പോയാൽ മതി. അങ്ങാടി പോയിരിക്കുക എന്നുള്ളത് ചില ആളുകൾക്കൊരു സോക്കട. ഒരു ദിവസം ഹർത്താലായാൽ ഓൽക്കുള്ള പ്രയാസം എന്താ? പൊരേ കുത്തിരിക്കേണ്ടി വരുമല്ലോ എന്നാ. അങ്ങാടി പോകാൻ കഴിയൂല്ലോ. എന്നിട്ട് ഇങ്ങനെ മെരൂനിട്ട് കൂട്ടിലിട്ട മാതിരി അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും. 6 മണിയായില്ലേ, ഇങ്ങോട്ട് നടക്കും. ഇനി വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല. എന്തൊരു കഷ്ടം. എന്നാലും എവിടേക്കായി പോണത്? അങ്ങാടിക്ക്. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സലാം വിട്ടിയ ഒരൊറ്റ ചാട്ട. നമ്മൾ വിചാരിക്കുമ്പോൾ കാര്യമായിട്ട് എന്തോ പണിയുണ്ട്. അവിടെ അങ്ങനെ പോയി തൊള്ളേക്കൊക്കെ കിട്ടണ മേപ്പിട്ടോക്കി. അതിനായി പായുന്നത്. അപ്പം ഈ അങ്ങാടിക്കുള്ള പായൽ നിൽക്കണം. ഇനി അങ്ങനെ പോകേണ്ടി വന്നാൽ അവിടെ കച്ചവടം ചെയ്യണവനാകട്ടെ, സാധനം വാങ്ങാൻ പോണവനാകട്ടെ, എല്ലാവരും പറയേണ്ട ഒരു ദിക്റ്. അതിൻ്റെ പോരിശ് എത്ര കാര്യങ്ങൾ? ആ ദിക്റ് പറഞ്ഞാൽ അൽഫ് ഹസന. അൽഫ് എത്ര? 1,00,000. 1000 അൽഫ് 1000 ആയിരങ്ങൾ എന്ന് പറഞ്ഞാൽ 1,00,000. 100,000 1,00,000 10,00,000. 100,000 1,00,000 അൽഫ് 10,00,000. 10,00,000 പുണ്യമാണ് കിട്ടാൻ പോണത്. 10,00,000 നന്മ രേഖപ്പെടുത്തുകയും 10,00,000 പാപങ്ങൾ അയാളിൽ നിന്ന് മായ്ച്ചു കളയുകയും സ്വർഗത്തിൽ അയാൾക്കൊരു വീട് കൊടുക്കുകയും ചെയ്യും. മാർക്കറ്റ് പോകുമ്പോഴുള്ള പ്രാർത്ഥന ഏതാണത്? അൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതായി ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. എന്താ പറഞ്ഞത്? മൻ ഖാല ഫീ സൂഖിൻ, ആരെങ്കിലും അങ്ങാടിയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. അതെല്ലാവർക്കും അറിയുന്നത് ഇത്രയും വരെ മുസ്കാത്തിന് ശേഷം പറഞ്ഞല്ലേ. പക്ഷെ അത് ചെറിയൊരു മാറ്റം. പിന്നെ ബിയദിഹിൽ ഖൈർ യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അപ്പം നിസ്കാരത്തിന് ശേഷം നമ്മൾ പറഞ്ഞ ചെറിയൊരു മാറ്റമുള്ളൂ. ബിയദിഹിൽ ഖൈർ, പിന്നെ
യുഹ്യി വയുമീത്ത്. അത് കൂട്ടിയാൽ എന്തായി? അത് സൂക്കിൽ പോകേണ്ട ദിക്റായി എന്ന് പറഞ്ഞാട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് ബിയദിഹിൽ ഖൈർ യുഹ്യി വയുമീത്ത് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ കതബല്ലാഹു ലഹു ബിഹ, അതിന് പകരമായിട്ട് അള്ളാഹു അയാൾക്ക് രേഖപ്പെടുത്തും അൽഫി ഹസന, 10 ലക്ഷം നന്മ രേഖപ്പെടുത്തും. മാഷാ അല്ലാഹ്. വമഹാ അൻഹു ബിഹാ അൽഫി സയ്യിഅ, അയാളിൽ നിന്ന് 10 ലക്ഷത്തോളം തെറ്റുകളെ, അബദ്ധങ്ങളെ, ചെറുദോഷങ്ങളെ അള്ളാഹു മായ്ച്ചു കളയും. വബനാലഹു ബൈതം ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് അള്ളാഹു നിർമ്മിച്ചു നൽകുകയും ചെയ്യും. ഇമാം അഹ്മദ് ബസ്സാർ ഉദ്ധരിച്ചതാണ്. ഷെയ്ഖ് അൽബാനി സഹീഹുൽ ജാമിയിൽ ഹസനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണിത്. അപ്പം ദിക്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ പുണ്യം കിട്ടുന്ന ഇബാദത്തുകളാണ്. നമുക്ക് വലിയ ചെലവില്ലാത്തതുമാണ്. നമുക്ക് പൈസയ്ക്ക് ചെലവില്ല, സമയത്തിനത്ര വലിയ ചെലവില്ല, വലിയ മെനക്കെടില്ലാതെ കൂടുതൽ പുണ്യം കിട്ടുന്ന ഇത്തരം ദിക്റുകൾ നമ്മൾ പതിവാക്കുക. സയാൻ എന്ന് പറഞ്ഞ സൂക്ക് പോകുമ്പോഴുള്ള ദിക്റ് അഹ്സൻത്, അങ്ങനെ പറയണം. പഠിച്ചില്ല? എല്ലാവരും പഠിച്ചില്ലടാ? അദ്ദേഹം ഒന്ന് പറഞ്ഞ ജവാദ്. യുഹ്യി വയുമീതു ബിയദിൽ ഖൈർ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് ബിയദിഹിൽ ഖൈർ യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പം ഇന്ന് നമ്മൾ ധാരാളം ദിക്റുകൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർമ്മപ്പെടുത്താം. ഇന്ന് നമ്മൾ പഠിച്ചത് ഒന്ന് റളീതു ബില്ലാഹി, അല്ലേ? അതെവിടേക്കാണ് പറയേണ്ടത്? മൊത്തത്തിൽ എപ്പോഴും പറയാം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ. അത് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന. പിന്നെ രാവിലത്തെ ദിക്റിൽ 3 തവണ, മനസ്സിലായില്ലേ? പിന്നെ ബാങ്ക് കേൾക്കുമ്പോൾ ഷഹാദത്തിൻ കേട്ടാൽ അപ്പം പറയാ. ഷഹാദത്ത് ഏറ്റു പറയുന്നതോടൊപ്പം റളീതു ബില്ലാഹി റബ്ബൻ, അവിടെ മുഹമ്മദിൻ ഉദ്ദിക്കണം. വബി മുഹമ്മദിൻ നബിയൻ വബിൽ ഇസ്ലാമി ദീന. പിന്നെ രണ്ടാമത് പഠിച്ചത് 4 കലിമത്തുകൾ, അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട 4 കലിമത്തുകൾ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പിന്നെ നബിന്റെ ഭാര്യയോട് പറഞ്ഞു, ജുവൈരിയ റളിയല്ലാഹുവിനോട് പറഞ്ഞത്, അല്ലേ? ഉച്ചോളം ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ ഇത്രയും നേരം ചൊല്ലിയ ദിക്റിനൊക്കെ സമമാകുന്ന അത്രമാത്രം തൂക്കുള്ള 4 പഠിപ്പിച്ചു തരാം. ഏതൊക്കെ? സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി 3 പ്രാവശ്യം, സുബ്ഹാനല്ലാഹി സിനത അർശിഹി 3 പ്രാവശ്യം, സുബ്ഹാനല്ലാഹി റിളാ നഫ്സിഹി 3 പ്രാവശ്യം, സുബ്ഹാനല്ലാഹി മിദാദ കലിമാതി അത് 3 പ്രാവശ്യം. ഇതിങ്ങനെ 4 3 12 വട്ടം പറഞ്ഞ ഉച്ചോളം ചൊല്ലിയ ദിക്റിന് സമമായി. മനസ്സിലായില്ലേ? പിന്നെ പറഞ്ഞത് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ പതിവാക്കുന്ന ആൾക്ക് പ്രയാസങ്ങൾ അല്ലാഹു മോചനം നൽകും. ആ ഹദീസിന് ചെറിയ ദുർബലത ഉണ്ട്. പിന്നെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അള്ളാഹു ഒരു ഈന്തപ്പന നട്ടു വളർത്തും എന്ന് പറഞ്ഞ് ഏതാ? സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. അത് പറഞ്ഞാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു ഈന്തപ്പന നട്ടു വളർത്തും. പിന്നെ നബിന്റെ പേരിലെ സ്വലാത്ത്, അതിന്റെ പോരിശെത്ര? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നമ്മളെ 10 തവണ അനുഗ്രഹിക്കുന്നതാണ്. പിന്നെ ഒരു സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്താൽ എന്താ അതിന്റെ ഗുണം? മലക്ക് പറയും വലക ബിമിസിൽ, അതിന് തുല്യമായ നിനക്കും ഉണ്ടാകട്ടെ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ 10 ലക്ഷം നന്മ കിട്ടുകയും 10 ലക്ഷം ചെറുപാപങ്ങൾ മായ്ക്കപ്പെടുകയും സ്വർഗത്തിലൊരു വീട് അള്ളാഹു നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്ന മാർക്കറ്റ് പോകുമ്പോഴുള്ള ദിക്റ് ഏത് കീസിലിട്ടോളി ലക്ഷങ്ങളാ കിട്ടാൻ പോണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീത് ബിയദിഹിൽ ഖൈർ. ബിയദിഹിൽ ഖൈർ എന്നിട്ടാണ് യുഹ്യി വയുമീത് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇത്തരം ലളിതമായ കർമ്മങ്ങളിലൂടെ മഹത്തായ പ്രതിഫലം വാരിക്കൂട്ടുന്ന ഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ ഈ പറയുന്ന എന്നെയും നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നാവുകളെല്ലാം ദിക്റുകൾ കൊണ്ട് ആർദ്രമായിരിക്കട്ടെ. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ